നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാവി മുന്നിൽ കാണാനും അവ പ്രവചിക്കാനുള്ള കഴിവുകളാണ് ബാബ വാങ്കയും നോസ്ട്രഡാമസിനെയും വ്യത്യസ്തരാക്കുന്നത്. ഇവർ രണ്ടും ലോകം കണ്ട ഏറ്റവും മികച്ച ജ്യോതിഷിമാരാണ്. ബാബ വാങ്ക പ്രവചിച്ചവയിൽ 85% നടന്നു കഴിഞ്ഞു. പശ്ചിമേഷ്യ മുൾമുന്നിൽ നിർത്തുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷം നേരത്തെ തന്നെ ബാബ വാങ്ക പ്രവചിച്ചിരുന്നു. അവർ മരിക്കുന്നതിന് മുമ്പ് പ്രവചിച്ച കാര്യങ്ങളാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധമുണ്ടാകും എന്നത്. ഈ വർഷം ഇതിനോടകം പല കാര്യങ്ങളും ബാബ വാങ്ക പ്രവചിച്ചത് സത്യമായി കഴിഞ്ഞു. ഇപ്പോഴത്തെ ഇരുവരും 2025 കുറിച്ച് നടത്തിയ സമാന പ്രവചനങ്ങളാണ് പുതുവർഷത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ ചർച്ചയാവുന്നത്. 2025 വർഷത്തെക്കുറിച്ചുള്ള ബാബ വാങ്കയുടെ പ്രവചനം ഇങ്ങനെയാണ്: ഒരു വിനാശകരമായ യുദ്ധം യൂറോപ്പിനെ തകർക്കും. ഇത് ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയെ പൂർണ്ണമായും ഇല്ലാതാക്കും. യുദ്ധത്തെ അതിജീവിക്കുന്ന റഷ്യ ലോകം ഭരിക്കുമെന്നും വാങ്ക പ്രവചിച്ചു. യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ഇതുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. യുഎസിൽ ഭൂചലനങ്ങൾ ഉണ്ടാകും എന്നും അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമെന്നും 2025 പ്രവചനങ്ങളിൽ ഉൾപ്പെടുന്നു. നോസ്ട്രഡാമസ് പ്രവചിക്കുന്നത് ഇങ്ങനെ: യൂറോപ്പിൽ അതിക്രൂരമായ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുമെന്നാണ് 16-ാം നൂറ്റാണ്ടിൽ രചിച്ച ലെസ് പ്രൊഫറ്റീസ് എന്ന പുസ്തകത്തിൽ നോസ്ട്രഡാമസ് വ്യക്തമാക്കുന്നത്. യുദ്ധം ആഭ്യന്തരമായും അന്താരാഷ്ട്രത്തിലും ശത്രുക്കളെ വളർത്തും. വിനാശകരമായ സംഘർഷം, പ്ലേഗ് എന്നിവയുടെ ഫലമായി ബ്രിട്ടൻ നാശത്തിലേക്ക് നീങ്ങും. ഭൂതകാലത്ത് നിന്നുള്ള ഒരു വലിയ മഹാമാരി തിരിച്ചുവരും. അത് മാരകമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. പാശ്ചാത്യ ശക്തികളെ സ്വാധീനം ക്ഷയിക്കുകയും പുതിയ ആഗോള ശക്തികൾ ഉടലെടുക്കുകയും ചെയ്ത നിർണായക വർഷമായി 2025 മാറും. നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങളെ തുടർന്ന് സൈനികർ തളരുമെന്നും അദ്ദേഹം പ്രവചനങ്ങളിൽ വ്യക്തമാക്കുന്നു. 2025 ലോകാവസാനത്തിന്റെ തുടക്കമാണ് പ്രവചനത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. യൂറോപ്പിൽ ആകെ അടുത്ത വർഷം സംഘർഷങ്ങൾ വ്യാപിക്കും. അതിലൂടെ ജനസംഖ്യ തന്നെ കുറയുമെന്നാണ് ബാബ വാങ്ക പ്രവചിക്കപ്പെടുന്നത്. 2025 ഭൂമി അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുമെന്നാണ് ബാബ വാങ്കയുടെ മറ്റൊരു ഞെട്ടിക്കുന്ന പ്രവചനം. ഭൂമിയിലേക്ക് ഈ അന്യഗ്രഹ ജീവികൾ എത്തുമെന്നും ബാബ പറയുന്നു. ഇതിലൂടെ മാനവരാശിക്ക് അന്യഗ്രഹ ജീവികൾ ലോകത്തുണ്ടാകുമെന്ന് മനസ്സിലാകാനാകും. അതേസമയം നാസയിലെ ശാസ്ത്രജ്ഞർ നേരത്തെ തന്നെ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നതിന് തെളിവുകളുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് തെളിവുകൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ലോകാവസാനം ആരംഭിക്കുമെങ്കിൽ 2025 മനുഷ്യൻ പൂർണ്ണമായും ഇല്ലാതാവില്ല. അതിന് നൂറ്റാണ്ടുകളേറെ പിടിക്കും. 5079 ആയിരിക്കും മാനവരാശിയുടെ അന്ത്യമെന്ന് ബാബ വാങ്ക പ്രവചിക്കുന്നു. എന്നാൽ അതിനുള്ളിൽ ഒരുപാട് ദുരന്തങ്ങൾ ഭൂമിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. യൂറോപ്പിൽ ആകെ സംഘർഷങ്ങൾ വ്യാപിക്കും. 2043 യൂറോപ്പ് മുസ്ലിം ഭരണത്തിന് കീഴിലാവും. നേരത്തെ രണ്ടാം ലോക മഹായുദ്ധം, സോവിയറ്റ് യൂണിയന്റെ തകർച്ച, ചെർണോബിൽ ദുരന്തം, സ്റ്റാലിന്റെ മരണം, സെപ്റ്റംബർ 11 ഭീകരാക്രമണം, 2004 സുനാമി, 1985 ഉത്തര ബൾഗേറിയയിലുണ്ടായ ശക്തമായ ഭൂകമ്പം എന്നിവ ബാബ വാങ്ക പ്രവചിച്ച് യാഥാർത്ഥ്യമായതാണ്. അതുകൊണ്ട് 2025 പ്രവചനങ്ങൾ സംഭവിക്കാൻ സാധ്യതയേറെയെന്നാണ് ബാബ വാങ്കയുടെ ആരാധകർ അവകാശപ്പെടുന്നത്. അമേരിക്കയിലെ ഒരിഗോണിന്റെ തീരപ്രദേശമായ ആക്സിയം സീമൗണ്ടിൽ നിന്ന് ഏകദേശം 470 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കടലിനടിയിലെ അഗ്നിപർവ്വതത്തിൽ നിന്ന് ഗ്രൗണ്ട് ഡിഫോർമേഷൻ, ഉയർന്ന ഭൂകമ്പ പ്രവർത്തനം, ഉപരിതലത്തിനിടയിൽ മാഗ്മ അടിഞ്ഞുകൂടൽ എന്നിവയുടെ സൂചനകൾ ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഈ നിരീക്ഷണങ്ങൾ പ്രകാരം അഗ്നിപർവ്വതം 2025 തന്നെ പൊട്ടിത്തെറിച്ചേക്കാമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കൻ ജിയോഫിസിക്കൽ യൂണിയൻ മീറ്റിംഗിൽ അവതരിപ്പിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് സ്ഫോടന പ്രവചനമുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.